ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റിയൽ അക്കൗണ്ട്സ്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഇ-വേ ബില്ലാണ്. ഇലക്ട്രോണിക് വേ ബില്ലിന്റെ ചുരുക്ക രൂപമാണ് ഇ-വേ ബിൽ. GST വ്യവസ്ഥ പ്രകാരം 50,000 രൂപയോ അതിലധികമോ വിലയുള്ള ചരക്കുകൾ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുമ്പോൾ നിർബന്ധമായും തയ്യാറാക്കേണ്ട ഡോക്യുമെന്റ് ആണിത്. ചരക്കുകൾ തമ്മിലുള്ള ഇടവേള 50 കിലോമീറ്ററിന് മുകളിലായാലും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നോ മറ്റ് സംസ്ഥാനങ്ങളിലേക്കോ ചരക്കുകൾ അയക്കുമ്പോഴും ഇവ ആവശ്യമായി വരും. ഇ-വേ ബിൽ പ്രിപ്പയർ ചെയ്യുന്നത് സപ്ലയറോ റെസിപ്പിയന്റോ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടറോ ആവാം. അതായത് സാധനങ്ങൾ വിൽക്കുന്നയാളോ വാങ്ങുന്നയാളോ വാഹനത്തിൽ കൊണ്ടുപോകുന്ന ആളോ. ഇ-വേ ബിൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇ-വേ ബിൽ gst.government.in എന്ന വെബ്സൈറ്റ് വഴി യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് ഫോം പൂരിപ്പിച്ചുകൊണ്ട് ജനറേറ്റ് ചെയ്ത ശേഷം ഇ-വേ ബിൽ നമ്പർ ലഭിക്കുന്നതാണ്. ഇങ്ങനെ തയ്യാറാക്കുന്ന ഡോക്യുമെന്റിൽ സപ്ലയർ അഥവാ റെസിപ്പിയൻ GST നമ്പർ, ചരക്കുകളുടെ വിശദാംശങ്ങൾ, ട്രാൻസ്പോർട്ട് മോഡ് ഉദാഹരണം റോഡ്, റെയിൽ, എയർ ആൻഡ് സീ എന്നിവയും, വാഹന നമ്പർ, ഇൻവോയ്സ് അല്ലെങ്കിൽ ഡെലിവറി ചെല്ലാൻ നമ്പർ എന്നീ ഘടകങ്ങളും അടങ്ങും. ഇ-വേ ബില്ലുകൾക്ക് നിശ്ചിത കാലാവധി ഏർപ്പെടുത്തിയിട്ടുണ്ട്. സാധാരണ വാഹനങ്ങൾക്ക് ഒരു ദിവസം 100 കിലോമീറ്റർ വരെയും ഓവർ ഡയമെൻഷൻ വണ്ടികൾക്ക് ഒരു ദിവസം 20 കിലോമീറ്റർ വരെയുമാണ് കാലാവധി. ദൈർഘ്യമേറിയ യാത്രകളാണെങ്കിൽ അവധിക്കാലം കൂട്ടിക്കണക്കാക്കാവുന്നതുമാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇ-വേ ബിൽ GST അനുസരിച്ച് ചരക്കുകൾ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ നിർബന്ധമായും തയ്യാറാക്കേണ്ട ഡോക്യുമെന്റ് ആണ്. ഇത് ഒഴിവാക്കിയ സാധനങ്ങൾ കയറ്റിക്കൊണ്ടു പോകുന്നത് നിയമലംഘനവുമാണ്. കൂടാതെ പിഴയും വാഹനം സീൽ ചെയ്യലും ഉണ്ടാകാം. 10,000 രൂപ വരെയോ ചരക്കുകളുടെ മൂല്യത്തിന്റെ ശരാശരി ശതമാനമായോ പിഴ ലഭിക്കും.